ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പതഞ്ഞു പൊങ്ങിയ മാവ് കൊണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും നല്ല മൊരിഞ്ഞ ദോശയും എങ്ങനെയാണ് തയ്യാറാക്കാന്നുള്ള റെസിപ്പി ആയിട്ടാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതിൻ്റെ ബാറ്റർ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഞാനിവിടെ 2 കപ്പ് പച്ചരി 4 മണിക്കൂർ കുതിർത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 2 പാർട്ടായിട്ട് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ഉഴുന്ന് 2 മണിക്കൂർ കുതിർത്ത് വെച്ചതും 1 കപ്പ് ചോറും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്താൽ മാവ് നല്ലോണം പതഞ്ഞ് പൊങ്ങി വരും. ഇനി ഇത് കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 8 to 10 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരച്ച് വെച്ച മാവ് പാത്രത്തിൻ്റെ 1/4 ഭാഗത്തോളം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മാവ് അരച്ചെടുക്കുമ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല, കൂടുതൽ പുളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇഡ്ഡലി ചുട്ടെടുക്കാം. അതിനായിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് എണ്ണ തടവി കൊടുത്തിട്ട് മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇഡ്ഡലി പാത്രത്തിലെ വെള്ളം തിളച്ച് വരുമ്പോൾ ഇഡ്ഡലി തട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 8 to 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇഡ്ഡലി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. ഇഡ്ഡലി നന്നായി ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇഡ്ഡലി നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ കൊണ്ട് എങ്ങനെയാണ് മൊരിഞ്ഞ ദോശ ചുട്ടെടുക്കാൻ നോക്കാം. അതിനായിട്ട് കുറച്ച് മാവ് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഈ ഒരു സ്പൂണിൽ വെള്ളം ചേർത്തിട്ട് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇനി ദോശ ചുട്ടെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായതിന് ശേഷം ഒരു കയ്യിൽ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് നൈസായിട്ട് ചുറ്റിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാദ്യം കുറച്ച് സമയം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കണം. ശേഷം ഒന്ന് കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നല്ല മുരിഞ്ഞ ദോശ ചുട്ടെടുക്കാം. ഈ ഒരു രീതിയിൽ ബാറ്റർ തയ്യാറാക്കുന്നതാണെങ്കിൽ ആർക്കും തന്നെ എളുപ്പത്തിൽ സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയും മുരിഞ്ഞ ദോശയും ചുട്ടെടുക്കാൻ പറ്റും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട്